Hello friends, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ കുറച്ച് എപ്പിസോഡുകൾ മുമ്പ് ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഹൽവ ചെയ്തിരുന്നു, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഹൽവയുടെ റെസിപ്പിയാണ്, കുറച്ചും കൂടി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹൽവ. ഇന്ന് ചെയ്യുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഹൽവയാണ്. നമ്മൾ പൊതുവേ കുമ്പളങ്ങ കറി വയ്ക്കാനും അല്ലെങ്കിൽ ഓലൻ വയ്ക്കാനൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഹൽവയും ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുമ്പളങ്ങയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഡയറ്റിലായാലും കുട്ടികളുടെ ഡയറ്റിലായാലും കുമ്പളങ്ങയൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കുമ്പളങ്ങയാണ്. ഇതിപ്പോൾ ഒരു കപ്പ് കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അടികട്ടിയുള്ള പാത്രം എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ അളവിൽ ഉണ്ടാക്കാം. കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ അതിൽ 96% വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളം നമുക്ക് ഈ ഹൽവയിലേക്ക് ചേർക്കേണ്ട ആവശ്യം വരില്ല. വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുന്നവർക്ക് പറ്റിയതാണ് ഈ കുമ്പളങ്ങ, കാരണം ഇതിലും കൂടുതലും വെള്ളമാണല്ലോ. കുട്ടികൾക്ക് നല്ലതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കുമ്പളങ്ങ ജ്യൂസ് ഉണ്ടാക്കാം, അതുപോലെ കുമ്പളങ്ങ കൊണ്ട് ദോശ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ കുമ്പളങ്ങ കറിയിലിടും, അല്ലെങ്കിൽ അത് വെച്ചിട്ടൊരു ഓലൻ ഉണ്ടാക്കും. അതല്ലാതെ കൂടുതൽ കുമ്പളങ്ങ വെച്ചിട്ട് പരീക്ഷണങ്ങൾ ചെയ്യുന്നത് കുറവാണ്. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് ഒന്ന് വലിഞ്ഞു വരണം. ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ വേണം നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വലിഞ്ഞു വരട്ടെ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്ത കുമ്പളങ്ങയുടെ പകുതി അളവാണ് മധുരം ചേർക്കേണ്ടത്. ഞാൻ ഇന്ന് മധുരത്തിനായിട്ട് ചേർക്കുന്നത് കരിപ്പെട്ടിയാണ്. ഇപ്പോൾ അരക്കപ്പ് ഉണ്ട്, ഞാനൊന്ന് പൊടിച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. കുമ്പളങ്ങയിൽ ഓൾറെഡി ജലാംശം ഉള്ളത് കൊണ്ട് നമുക്കിനി വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സ്വീറ്റ്നർ വേണമെങ്കിലും ആഡ് ചെയ്യാം, ശർക്കരയോ പഞ്ചസാരയോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അനുസരിച്ച് സ്വീറ്റ്നർ ആഡ് ചെയ്യാം. കുമ്പളങ്ങയുടെ പകുതി അളവ് ചേർത്താൽ മതി. നമ്മൾ കരിപ്പെട്ടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കാൻ പറ്റും, അതുകൊണ്ടാണ് കരിപ്പെട്ടി ഞാൻ ചേർത്തത്. നമ്മൾ ശർക്കരയാണ് ആഡ് ചെയ്യണമെങ്കിൽ ശർക്കര ചീകി ചേർത്താൽ മതി, അലിയിച്ച് ചേർക്കൊന്നും വേണ്ട. കണ്ടില്ലേ, ഇതിൽ ഓൾറെഡി വെള്ളമുള്ളത് കൊണ്ട് നന്നായിട്ട് അലിഞ്ഞു വന്നു. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരണം, ഫാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവായി വരണം. അപ്പോൾ വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് വെള്ളം വറ്റി ആ ഹൽവയുടെ ഒരു പാകത്തിൽ വരട്ടെ. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഹൽവ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ കാണാം, കണ്ടില്ലേ, നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. പാനിലൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഗോതമ്പ് പൊടി കൊണ്ട് ഒരു ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനും കുറച്ചും കൂടി എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് കരിപ്പെട്ടി കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് ജാഗരിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്വീറ്റ്നറാണ് യൂസ് ചെയ്യാറുള്ളത് വെച്ചെങ്കിൽ അത് യൂസ് ചെയ്യാം. കരിപ്പെട്ടി യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഹെൽത്തി ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ കരിപ്പെട്ടി യൂസ് ചെയ്തു എന്ന് മാത്രം. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്വീറ്റ്നർ വേണമെങ്കിലും ഉപയോഗിക്കാം.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.